അയ്യോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പൊറോട്ട വാങ്ങാനായിട്ട് വന്നിരിക്കുകയാണ്. പട്ടിക്ക് കൊടുക്കാനായിട്ട് വേറെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പൊറോട്ട വാങ്ങി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. വളരെ ഇഷ്ടമാണ് പട്ടികൾക്ക് പൊറോട്ട എന്ന് പറഞ്ഞ സംഭവം. അതാണ് എന്നെ വാങ്ങിച്ച് ഞങ്ങൾക്ക് കൊടുക്കാം. 6 രൂപയ്ക്കൊക്കെ പൊറോട്ട കിട്ടുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ പൊറോട്ടകൾ കുറച്ച് വാങ്ങുന്നത്. ഈ ഷോപ്പിൻ്റെ പേര് പൊറോട്ട പോയിൻ്റ് എന്നാണ്. ഇങ്ങനെ അഫോർഡബിൾ റേറ്റ്സിനൊക്കെ പൊറോട്ടയും ചപ്പാത്തിയൊക്കെ കിട്ടുന്ന ഒരുപാട് ഷോപ്പുകൾ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഷോപ്പുകൾ ഉള്ളത് നമുക്ക് വളരെ നല്ലതാണ്. ഇവൻ്റെ പേര് റാവത്തർ എന്നാണ്. വിയറ്റ്നാം കോളനിയിലെ റാവത്തർ, അങ്ങനെ ഒരു ദേശത്തിലിട്ടൊരു പേരാണ്. കുറച്ച് അധികം വർഷങ്ങളായിട്ട് ഇവനും നമ്മൾ തമ്മിൽ ബന്ധങ്ങളുള്ളതാണ്. അപ്പോൾ ഇവനാളൊരു മിടുക്കനായിട്ടൊരു പട്ടിയാണ് കേട്ടോ. അവൻ്റെ ഒരു ചെവി എപ്പോഴും ഇങ്ങനെ താന്ന് കിടക്കും. ആളൊരു മിടുക്കൻ പട്ടിയാണ്. ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഭംഗിയുള്ളൊരു, നല്ല ആരോഗ്യവും ഭംഗിയും നല്ല സ്നേഹവും എല്ലാം ഉള്ളൊരു പട്ടിയാണത്. പിന്നെ അതുകൂടാതെ കുറേ പട്ടികളുണ്ട് ഇവിടെ. ഇവന് മാത്രമല്ല, നമ്മളെല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഉള്ളതുപോലെ എല്ലാവർക്കും കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നിരിക്കുന്നതാണ്. ഇങ്ങനെ ഈ മിണ്ടാപ്രാണികൾക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ട് കുറേ അധികം വർഷങ്ങളായിട്ടുണ്ട്. 5-6 വർഷം എങ്കിലും ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് മോശം അനുഭവങ്ങളൊക്കെ എനിക്കും എൻ്റെ വൈഫിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പലരും കുറ്റപ്പെടുത്തും, ചീത്ത വിളിക്കും, പിന്തിരിപ്പിക്കാൻ നോക്കും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. ചിലർ പറയും, കഴിഞ്ഞ ദിവസം കൂടി ഒരാൾ പറയാണ്, നിങ്ങൾ അങ്ങനെ ഫുഡ് കൊടുക്കരുത്, ഒറ്റ പട്ടികൾക്കൊന്നും ഫുഡ് കൊടുക്കാൻ പാടില്ല, അങ്ങനെ കൊടുത്താൽ അവർ ഇര തേടുന്ന അവരുടെ കഴിവ് നശിച്ചു പോകുമെന്ന്. അങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ പറഞ്ഞതുകൊണ്ട് ഞാനത് തിരിച്ചൊന്നും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ അത് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇര തേടാൻ കഴിവില്ലാതെ ആക്കുന്ന ഒരു സംഭവം നമ്മൾ ചെയ്യണില്ല. പട്ടിണി കിടക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള പട്ടികൾക്കാണ് നമ്മൾ ഫുഡ് കൊണ്ട് കൊടുക്കാറുള്ളത്. കാരണം അവർക്ക് കിട്ടാൻ ഒരു വഴിയില്ല എന്നുള്ളത്. അതായത് ഈ പ്രദേശങ്ങളൊക്കെ വേസ്റ്റ് പോലും പുറത്തിടുന്നില്ല. കാരണം അത് കളക്ട് ചെയ്ത് പോകാനായിട്ട് ആളുകളുണ്ട്. അത് എന്തിനാണ് ചെയ്തിരിക്കുന്നതെന്ന് പോലും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നും. കാരണം ഒരു പട്ടിക്കും തീറ്റ കിട്ടരുത് എന്ന് വിചാരിച്ചാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ക്രൂരമായിട്ട് പെരുമാറുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പട്ടിണി കിടന്ന് ഈടെ കൂടെ ഒരു പട്ടിക്കുഞ്ഞ് ഞങ്ങളുടെ മുമ്പിൽ ചത്തുപോയി. രക്ഷിക്കാനുള്ള ഒരു അവസ്ഥയും നമുക്കുണ്ടായിരുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പട്ടിക്കുഞ്ഞ് ഇങ്ങനെ ഇത്രയും വയ്യാതാവുന്ന ഒരു സ്റ്റേജ് ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് അറിഞ്ഞത്. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയും ഫുഡ് കൊടുത്തും എന്ത് ചെയ്തിട്ടാണെങ്കിലും ഞങ്ങൾ അതിനെ രക്ഷിച്ചേനെ. പക്ഷെ അത് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. എന്താണെങ്കിലും നമുക്കാവുന്ന കാലത്തോളം ഈ മിണ്ടാപ്രാണികളെ സ്നേഹിക്കണമെന്നും അവർക്ക് പറ്റണ ഫുഡൊക്കെ കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിന് നമ്മളെക്കൊണ്ട് ആവുന്ന വിധമൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരുടെ അടുത്തും. അങ്ങനെയാണെങ്കിൽ എന്നും നമുക്ക് ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് ഈ ചാനലിൽ നിന്ന് ഏണിങ്സോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. നമ്മുടെ ഉള്ള സാലറിയിൽ നിന്നൊക്കെ ക്യാഷ് എടുത്താണ് പലപ്പോഴും ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. എന്താണെങ്കിലും അടുത്ത വീഡിയോയുമായി വരാം. ടേക്ക് കെയർ, ബൈ ബൈ.